ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. പഞ്ചാബിനെ അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് ഏകപക്ഷീയമായ ഒരു ഗോളിന് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തുകയായിരുന്നു. 9 പേരായി ചുരുങ്ങിയിട്ടും ഗോൾ വഴങ്ങാതെ പിടിച്ചു നിൽക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ക്ലീൻ ഷീറ്റ് നേടാൻ സാധിച്ചു എന്നുള്ളതും വിജയം നേടാൻ സാധിച്ചു എന്നുള്ളതും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഒട്ടേറെ വെല്ലുവിളികൾ ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നേരിടേണ്ടി വന്നിരുന്നു. അതിനെയെല്ലാം ടീം എന്ന നിലയിൽ മറികടക്കാൻ ക്ലബിന് സാധിക്കുകയായിരുന്നു. എടുത്തു പറയേണ്ട പ്രകടനം സൂപ്പർ താരം കോമെ പെപ്രയുടേതാണ്. മത്സരത്തിന്റെ മുഴുവൻ സമയവും അദ്ദേഹം അധ്വാനിച്ച് കളിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 9 പേരായി ചുരുങ്ങിയപ്പോൾ അദ്ദേഹം ടീമിന്റെ ഡിഫൻസിൽ പാറ പോലെ ഉറച്ചു നിന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഒരു സെന്റർ ബാക്ക് എന്ന നിലയിലാണ് പിന്നീട് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ വഴങ്ങാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് പെപ്ര തന്നെയാണ്. അത്രയും മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയത്. മത്സരത്തിലുടനീളം അദ്ദേഹം പുറത്തെടുത്ത എനർജി എടുത്തു പറയേണ്ട കാര്യമാണ്. മറ്റൊരു താരം ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷാണ്. മത്സരത്തിൽ മികച്ച പ്രകടനമാണ് ഈ ഒരു മലയാളി താരം നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് രണ്ടാം പകുതിയിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി നിലകൊള്ളാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ പിഴവുകൾ ഒന്നും വരുത്തി വെച്ചിരുന്നില്ല. മാത്രമല്ല പല സന്ദർഭങ്ങളിലും അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനെ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല മത്സരമായിരുന്നു ഇന്നലെ എന്നുള്ളത് എടുത്തു പറയാൻ കഴിയും. മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് ഫ്രെഡിയാണ്. താരത്തിന്റെ പ്രകടനവും എടുത്ത് പ്രശംസിക്കണം. പ്രത്യേകിച്ച് ഡിഫൻസീവലി അദ്ദേഹം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ 3 പേർ മികച്ച പ്രകടനം നടത്തി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ബാക്കിയുള്ളവരും ടീമിന്റെ വിജയത്തിൽ നന്നായി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ, അതുപോലെ തന്നെ പകരക്കാരനായി വന്ന കോയഫ്, അതുപോലെ തന്നെ നവോച്ച എന്നിവരൊക്കെ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. ഏതായാലും ഈ വിജയം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആത്മവിശ്വാസം പകരുന്ന ഒന്നാണ്. ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ ഒഡീഷ FC ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.